വാർത്തകൾ തുടരുന്നു. ഇത്തവണ ഓണപരീക്ഷ ഓണാഘോഷം കഴിഞ്ഞ് ഓണാവധി കഴിഞ്ഞ് ഓണപ്പരീക്ഷ നടക്കുക വിരളമല്ലെങ്കിലും അടുത്ത കാലത്തെങ്ങും ഇത്തരത്തിൽ സ്കൂളുകളിൽ പരീക്ഷ നടന്നിട്ടില്ല. ഈ അധ്യയന വർഷം യഥാസമയം ക്ലാസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞു എങ്കിലും ഇക്കുറി ഓണപരീക്ഷ ഓണാവധിക്ക് ശേഷമാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞു. സെപ്റ്റംബർ ആദ്യവാരത്തോടെ പരീക്ഷ നടത്താനാണ് തീരുമാനം. ഇതിനേക്കാൾ ഉപരിയായി എല്ലാ സ്കൂളുകളിലും ഒരേ ചോദ്യക്കടലാസ് ആയിരിക്കും ഉപയോഗിക്കുന്നതെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അധ്യക്ഷതയിൽ കൂടിയ QIP മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഓണപരീക്ഷ ഓണാവധി കഴിഞ്ഞ് നടത്താൻ തീരുമാനമെടുത്തിരുന്നത്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ടേമിനൽ പരീക്ഷകൾ ഒഴിവാക്കി വർഷാവസാന പരീക്ഷയും മറ്റൊരു പരീക്ഷയും മാത്രമായി ചുരുക്കിയിരുന്നു. എന്നാൽ UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ മുൻകാലങ്ങളിലേതുപോലെ തന്നെ 3 ടേമിനൽ പരീക്ഷകൾ നടത്താൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഘട്ടം ഘട്ടങ്ങളിലായുള്ള മൂല്യനിർണ്ണയം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണെന്ന വിലയിരുത്തലുകൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓണ ആഘോഷത്തിന് വിദ്യാർത്ഥികൾക്ക് നേരിയ മങ്ങലേൽക്കും എന്നുള്ളത് വ്യക്തമാണ്. ഓണ ആഘോഷങ്ങൾക്കിടയിലും പരീക്ഷയെ സംബന്ധിച്ച ആകുലത ആഘോഷങ്ങളുടെ തനിമ നേരിയ രീതിയിലെങ്കിലും ഇല്ലാതാക്കുമെന്ന് വ്യക്തമാണ്. കടപ്ലാമറ്റത്ത് LDF രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. ഇടത് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള സമരത്തിന്റെ ഭാഗമായാണ് സമ്മേളനം. കടപ്പളാമറ്റത്ത് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ നടത്തിവന്ന സമരപരിപാടികളുടെ ഭാഗമായി രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. പഞ്ചായത്തിലെ പാറമടകളുടെ പ്രവർത്തനത്തിൽ UDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാരോപിച്ചായിരുന്നു കഴിഞ്ഞ 12 ദിവസമായി ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ നടത്തിവന്നിരുന്നത്. പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നടത്തിവന്നിരുന്ന സമരം പോലീസ് ആക്ട് അനുസരിച്ച് കഴിഞ്ഞ ദിവസം മുതൽ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് നീക്കാൻ പോലീസ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രത്യക്ഷ സമരപരിപാടികൾ കൂടുതൽ ശക്തമാക്കി ഇടതുപക്ഷ നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം CPI ജില്ലാ കമ്മിറ്റി അംഗം ജെയിംസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് PR തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. CPM പാലാ ഏരിയ സെക്രട്ടറി ലാലിച്ചൻ ജോർജ്, PM ജോസഫ്, ബാബു അബ്രഹാം, K വിജയൻ, TP കുഞ്ഞാമ്പു, ബേബി വർക്കി എന്നിവർ പ്രസംഗിച്ചു. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി ചമഞ്ഞ് വീടുകളിൽ തട്ടിപ്പിനെത്തിയ പാലക്കാട് സ്വദേശി കല്ലറയിൽ പിടിയിൽ. പാലക്കാട് പയ്യന്നൂർ മഠം ഹരിനാരായണ അയ്യരാണ് കടുത്തുരുത്തി പോലീസിന്റെ പിടിയിലായത്. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് കല്ലറയിൽ വിവിധ വീടുകളിലെത്തി താൻ ഗുരുവായൂർ കീഴ്ശാന്തി ആണെന്നും തനിക്ക് അതിലെ പ്രത്യേക പൂജകൾ വശമുണ്ടെന്നും ഇത് നടത്തിയാൽ ഉദിഷ്ട കാര്യങ്ങൾ സാധിക്കുമെന്നുമായിരുന്നു ഇയാൾ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. മംഗല്യപൂജ, വിവാഹ തടസ്സം തുടങ്ങിയവയാണ് ഇയാൾ വാഗ്ദാനം ചെയ്ത് പണപ്പിരിവിന് ശ്രമം നടത്തിയത്. നാട്ടുകാരിൽ ചിലർക്ക് സംശയം തോന്നി വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. കടുത്തുരുത്തി പോലീസ് സ്ഥലത്തെത്തി അയ്യരെ പിടികൂടി. JJ ഹാർഡ്വെയർസ് ആൻഡ് സാനിവേഴ്സ് തോട്ടുവായിൽ പ്രവർത്തനം തുടങ്ങി. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ സാമഗ്രികളുടെ വിൽപ്പന ലക്ഷ്യമിട്ടാണ് JJ ഹാർഡ്വെയർസ് തോട്ടുവായിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പെയിന്റ്, ഇമ്പോർട്ടഡ് റൂഫിംഗ് മെറ്റീരിയൽ, ടൈല് തുടങ്ങിയവയാണ് വിൽപ്പന നടത്തുന്നത്. കെട്ടിടത്തിന്റെ വെഞ്ചരിപ്പ് കുറവലങ്ങാട് മർത്തമറിയം ഫൊറാനപ്പള്ളി സഹവികാരി ഫാദർ ഇമ്മാനുവൽ പാറേക്കാട്ട് നിർവഹിച്ചു. ഇനി അറിയിപ്പുകൾ. മണക്കനാട് ഗവൺമെന്റ് UP സ്കൂളിൽ തിങ്കളാഴ്ച രാവിലെ 10 അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കും. ഉദ്ഘാടനം മരങ്ങാട്ടുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് അംഗം തുളസിദാസ് അധ്യക്ഷത വഹിക്കും. കടുത്തുരുത്തി സ്കൂൾ ഓഫ് വേദാന്തയുടെ ആഭിമുഖ്യത്തിൽ ബേസിക് വേദാന്ത പഠന ക്ലാസ് ആരംഭിക്കുന്നു. 6 മാസം ദൈർഘ്യമുള്ള കോഴ്സിൽ പ്രായഭേദമന്യേ ആർക്കും പങ്കെടുക്കാം. കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ ഈവനിംഗ് കോഴ്സിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ളതായി പ്രിൻസിപ്പൽ അറിയിച്ചു. ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ കൌൺസിലിംഗിന് ഹാജരാകണം. മുട്ടിച്ചിറ പറമ്പം തൃക്കയിൽ മഹാദേവ ക്ഷേത്രത്തിലെ കർക്കിടക വാവുബലി 18-ന് രാവിലെ 6 മുതൽ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 2750 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. കാലാവസ്ഥ. നാളെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. താപനില: കോട്ടയം കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചി 30-28, ആലപ്പുഴ 30-28. ചരമം. കുറവലങ്ങാട് താഴത്തേൽ TD ജോർജ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പെരുന്തുരുത്ത് വാരപ്പടവിൽ കുടുംബാംഗമായ കത്രിയാണ് ഭാര്യ. ജാൻസി, ജോഷി, ജോമി എന്നിവർ മക്കളാണ്. കുറവലങ്ങാട് മമ്പള്ളിക്കുന്നൽ പരേതനായ പരമേശ്വരന്റെ ഭാര്യ രാജമ്മ നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർക്കിടകം വരവായി.
ക്ഷേത്രങ്ങൾ ഒരുങ്ങുന്നു. ഉച്ചക്കഞ്ഞി പദ്ധതി നിർദ്ദേശത്തിലെ അപാകതകൾ നീക്കാൻ നടപടികൾ ആരംഭിച്ചു. കുറവിലങ്ങാട് ഞീഴൂർ മേഖലയിലെ പകുതിയിലേറെ കുടിവെള്ള സ്രോതസ്സുകൾ മാലിന്യം നിറഞ്ഞതെന്ന് റിപ്പോർട്ട്. +1 സീറ്റ് വർധന, പ്രവേശനത്തിന് പല സ്കൂളുകൾക്കും വിമുഖത. കാപ്പുന്തലയിൽ ഉണക്കമരം യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.